ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുരോഗതി കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. പ്രതിശീർഷ വരുമാനം താരതമ്യേന കുറവായിട്ടും കേരളം ഈ പുരോഗതി കൈവരിക്കാൻ കാരണം മികച്ച സാക്ഷരതയും ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധവുമാണ്. കേരളം ഗവൺമെന്റിന്റെ ആർദ്രം പദ്ധതി, ക്യാൻസർ പ്രതിരോധിക്കാനുള്ള സുകൃതം പദ്ധതി, വിളർച്ച നിർമ്മാർജ്ജനത്തിനുള്ള വിവ പദ്ധതി, കൂടാതെ കാരുണ്യരോഗ സുരക്ഷാ പദ്ധതികൾ കേരളത്തെ ആരോഗ്യ പരിപാലന രംഗത്ത് ഏവരും പ്രശംസിക്കുന്ന കേരള മോഡൽ ഉണ്ടാക്കുവാൻ സാധിച്ചു. എന്നിരുന്നാലും കേരളത്തിന്റെ ദന്താരോഗ്യ മേഖല ഇതിന് നേർ വിപരീതമാണ്. കേരളത്തിൽ 90% ആളുകളിലും ദന്ത സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വകാര്യ മേഖല ആശ്രയിച്ചുള്ള ജനങ്ങളുടെ ദന്തപരിപാലനം യഥാർത്ഥ പ്രശ്നങ്ങളുടെ ചെറിയ ശതമാനം മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഇത് കാരണം ചികിത്സ നിഷേധിക്കപ്പെടുന്ന രോഗികൾക്ക് അവരുടെ ദന്താരോഗ്യവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. ദന്തപ്രശ്നങ്ങളെ എത്രയും നേരത്തെ കണ്ടെത്തുകയും അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പരിഹാരമാർഗം. ഈ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് മലബാർ ഡെന്റൽ കോളേജ് മന്ദസ്മിതം എന്ന അതിനൂതനമായ വേറിട്ട് നിൽക്കുന്ന പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പദ്ധതി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അഭികാമ്യമായ PPP അഥവാ പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡൽ ഈ പദ്ധതിയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു. കോളേജിന്റെ പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പൊതുജനാരോഗ്യ വിഭാഗം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തുമായി ചർച്ചകൾ ആരംഭിച്ചു. പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് സ്വകാര്യ സ്ഥാപനവുമായി സഹകരിക്കാൻ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറായതോടെ ഇന്ത്യയിൽ ആദ്യമായി ദന്ത സംരക്ഷണത്തിനുള്ള പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെയുള്ള പദ്ധതി നടപ്പിൽ വന്നു. മന്ദസ്മിതം എന്ന സുസ്ഥിര ദന്ത സംരക്ഷണ ചികിത്സാ പദ്ധതി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തും മലബാർ ഡെന്റൽ കോളേജും സംയുക്തമായി വിഭാവനം ചെയ്യുന്ന ദന്ത സംരക്ഷണ ചികിത്സാ പദ്ധതിയാണിത്. മികച്ച വിദ്യാഭ്യാസ മാതൃകയ്ക്ക് ദേശീയ തലത്തിലെ NAC അംഗീകാരം കരസ്ഥമാക്കിയ മലബാർ ഡെന്റൽ കോളേജ് 2007 കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലാണ് ആരംഭിച്ചത്. 2010 കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ BDS, MDS, PhD ഡിപ്ലോമ കോഴ്സുകളായ ഡെന്റൽ അസിസ്റ്റന്റ്, ഡെന്റൽ മെക്കാനിക് ആൻഡ് ഹൈജീനിസ്റ്റ് കോഴ്സുകൾ നടത്തിവരുന്നു. നൂതനവും ഏറ്റവും മികച്ചതുമായ ചികിത്സാ രീതിക്ക് പുറമെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായി ദന്ത ചികിത്സാ പരിശോധനാ ക്യാമ്പുകൾ നടത്തപ്പെടുന്നുണ്ട്. അതുകൂടാതെ അട്ടപ്പാടിയിലെ ഒരു കോളനിയിലും ആലപ്പുഴയിലെ തീരപ്രദേശങ്ങളിലും പഠനാർത്ഥം വിവരശേഖരണത്തിനായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മന്ദസ്മിതം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിലെ ദന്തരോഗ നിയന്ത്രണം, ദന്ത ശുചിത്വ ശീലങ്ങളുടെ അവബോധനം, ദന്താരോഗ്യ സ്ഥിതിയെക്കുറിച്ചുള്ള പഠനവും വിവരശേഖരണവുമാണ്. ഈ പദ്ധതിയിൽ അംഗനവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, മറ്റു പഞ്ചായത്ത് പ്രതിനിധികൾക്കും കൗമാരപ്രായക്കാർക്കുള്ള ദന്താരോഗ്യ ക്ലാസും ദന്തശുചിത്വ പരിപാലന പരിശീലനവും ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളുമാണ്. കൂടാതെ കുടുംബശ്രീയിലെ വനിതകൾക്കും പട്ടികജാതി പട്ടികവർഗ കോളനിയിലെ നിവാസികൾക്കും പരിശീലനം നൽകുന്നുണ്ട്. മൊബൈൽ ഡെന്റൽ ക്ലിനിക്ക് വഴി ക്യാമ്പ് നടത്തപ്പെടുന്ന വേദികളിൽ സൗജന്യ ചികിത്സയും ലഭ്യമാക്കുന്നുണ്ട്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിലെ ദന്താരോഗ്യ സ്ഥിതിയെക്കുറിച്ചുള്ള വിശദമായ പഠനവും വിവരശേഖരണവും മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട വട്ടക്കുളം, എടപ്പാൾ, കാലടി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലായുള്ള 73 വാർഡുകളിൽ വസിക്കുന്ന 38,000-ലധികം കുടുംബങ്ങളുടെ സമഗ്ര ദന്തപരിരക്ഷ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മലബാർ ഡെന്റൽ കോളേജിന്റെ സഹകരണത്തോടെ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മലബാർ ഡെന്റൽ കോളേജും സംയുക്തമായി രൂപം നൽകിയ കർമ്മ പരിപാടിയാണ് മന്ദസ്മിതം. താഴെത്തട്ടിലെ പ്രായത്തിലുള്ളവർ മുതൽ ഏറ്റവും മുതിർന്ന വ്യക്തികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 4 വിഭാഗങ്ങളിലായി തരംതിരിച്ചാണ് ഈ ദന്തപരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഇത് 4 ഘട്ടമായാണ് നടക്കുന്നത്. അംഗനവാടി കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് നറുപുഞ്ചിരി ക്യാമ്പുകൾ നടത്തിയത്. കൗമാരക്കാരായ കുട്ടികളുടെ ക്ലബ്ബുകളായ വർണ്ണക്കൂട്ടംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ വിവിധ യൂത്ത് ക്ലബ്ബ് അംഗങ്ങൾ, വിവിധ യുവജന സംഘടന അംഗങ്ങൾ എന്നിവർക്കായി മഴവില്ല് എന്ന രണ്ടാമത്തെ ഘട്ടം. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിവിധ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ദന്തസംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചിരിക്കൂട്ട് എന്ന മൂന്നാമത്തെ ഘട്ടം. സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന വിഭാഗത്തിലേക്ക് ദന്തപരിചരണത്തിന്റെ പ്രാധാന്യം എത്തിക്കാനാണ് ചിരിച്ചപ്പ് എന്ന 4ാമത്തെ ഘട്ടം. 2023 ഫെബ്രുവരിയിൽ ആരംഭിച്ച 1ാം ഘട്ടം നറുപുഞ്ചിരി പദ്ധതി 2025 ഫെബ്രുവരി 28-ന് വിജയകരമായി അവസാനിച്ചു. ഈ പദ്ധതിയിൽ 4 പഞ്ചായത്തുകളിലായി 120 അംഗനവാടികളിലായി 1424 കുട്ടികളെ ദന്തപരിശോധനയും ബോധവൽക്കരണ ക്ലാസും പ്രതിരോധ ചികിത്സയും തുടർ ചികിത്സയും നൽകി. ഇതുകൂടാതെ അംഗനവാടി ജീവനക്കാർ, പ്രാദേശിക കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാരെയും ഈ സംരംഭത്തിൽ ദന്തപരിശോധനയിൽ സജീവമായി ഉൾപ്പെടുത്തുകയും ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും ചെയ്തു. എന്താണ് ഈ പദ്ധതിയുടെ പ്രസക്തി? സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തിന്റെ വ്യവസ്ഥാപിതമായ ദന്ത സംരക്ഷണത്തിന്റെ രാജ്യത്തെ ആദ്യ മാതൃകയാണ് മന്ദസ്മിതം. മന്ദസ്മിതം പദ്ധതി അംഗനവാടി പ്രവർത്തകരിലും കുട്ടികളിലും രക്ഷിതാക്കളിലും ദന്താരോഗ്യത്തെക്കുറിച്ചുള്ള വിജ്ഞാനത്തിൽ വർധനവിന് സഹായിച്ചു.
4 പഞ്ചായത്തുകളിലെയും ദന്തരോഗങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണവും അവർക്കിടയിൽ തുടർ ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമുള്ള അവബോധം സൃഷ്ടിച്ചു. ഇത് മറ്റ് പഞ്ചായത്തുകളിലും ജില്ലകളിലും നടപ്പിലാക്കാൻ കഴിയുന്ന മാതൃകയായി മാറുന്നു. ഗ്രാമീണാരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളിൽ ശാസ്ത്രശാഖകളിലുടനീളമുള്ള സഹകരണങ്ങൾക്ക് വഴിയൊരുക്കിയതിലൂടെ ശക്തമായ സമുദായ പങ്കാളിത്തം ഉറപ്പുവരുത്തി. ഗ്രാമീണ കേരളത്തെ ദന്താരോഗ്യ സംരക്ഷണത്തിന് തുല്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള യാത്രയിൽ മന്ദസ്മിതം 1-ാം ഘട്ടമായ നറുപുഞ്ചിരി അംഗനവാടി ക്യാമ്പുകളിൽ വിജയകരമായി പൂർത്തിയാക്കിയത് ഒരു സുപ്രധാന നാഴികല്ലാണ്. ഈ ദൗത്യം തുടർന്നും വികസിച്ചു മുന്നേറുന്ന വിവിധ ഘട്ടങ്ങളിലൂടെ കൂടുതൽ സമഗ്രവും ദീർഘകാലവുമായ ഫലങ്ങൾ ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്നതാണ്. മന്ദസ്മിതം 2.0 നടത്താനായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തുമായി ധാരണയിലായി. ലോകാരോഗ്യ സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ മലബാർ ഡെന്റൽ കോളേജ് റിസർച്ച് സെന്റർ ഭാഗമായി ദന്താരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുള്ള പദ്ധതികൾ തുടരുകയാണ്.